ഹായ് ഓൾ, ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ടൈം ആൻഡ് വർക്കാണ്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇക്വൽ ടു M1 D1 ഈസ് ഇക്വൽ ടു M2 D2. ഇതാണ് ബേസിക് ഫോർമുല. Then if A can finish the work in X days and the B can finish the same work in Y days, then time taken by both to finish the work is. അതായത് എ ഒരു വർക്ക് എക്സ് ഡേയ്സ് കൊണ്ടും ബി ഒരു വർക്ക് വൈ ഡേയ്സ് കൊണ്ടും ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ, ഒരുമിച്ച് വർക്ക് ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് XY ഡിവൈഡ് ബൈ X+Y. ഇനി നെക്സ്റ്റ്, A and B together can do a piece of work in X days. രണ്ടുപേരും കൂടെ ഒരുമിച്ച്, എയും ബിയും കൂടെ ഒരുമിച്ച് എക്സ് ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ എ തനിച്ച് വൈ ഡേയ്സ് കൊണ്ട് ചെയ്തു തീർക്കുന്നു. എങ്കിൽ ബി എത്ര ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് XY ഡിവൈഡ് ബൈ Y മൈനസ് എക്സ്. അപ്പോൾ മുന്നത്തെ ഇക്വേഷനിലേക്കാളും അടിയിൽ വരുമ്പോൾ ഒരു മൈനസിൻ്റെ Y മൈനസ് എക്സ്, മുകളിൽ എന്താണ് X+Y. ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ABC ക്യാൻ ഡു എ വർക്ക് ഇൻ XYZ റെസ്പെക്റ്റീവ്ലി ദെൻ ഓൾ ഓഫ് ദം വർക്ക് ടുഗദർ. അതായത് എയും ബി സിയും കൂടെ എ എക്സ് ദിവസം കൊണ്ട്, ബി വൈ ദിവസം കൊണ്ട്, സി ഇസഡ് ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു. എങ്കിൽ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുന്ന പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത് XYZ ഡിവൈഡ് ബൈ XY പ്ലസ് YZ പ്ലസ് XZ. ഇനി അടുത്തത് എയും ബിയും കൂടെ എക്സ് ദിവസം കൊണ്ടും ബിയും സിയും കൂടെ വൈ ദിവസം കൊണ്ടും എയും സിയും കൂടെ ഇസഡ് ദിവസം കൊണ്ടും വർക്ക് ചെയ്യുന്നു. എങ്കിൽ ഇവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ മുകളിലത്തെ ഇക്വേഷനേക്കാളും ഒരു നമ്പറിൻ്റെ വ്യത്യാസമാണ് താഴത്തെ ഇക്വേഷനിൽ തന്നിരിക്കുന്നത്. 2XYZ ഡിവൈഡ് ബൈ XY പ്ലസ് YZ പ്ലസ് XZ. ഇനി നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് എ ക്യാൻ ഫിനിഷ് എ പീസ് ഓഫ് വർക്ക് ഇൻ N ഡേയ്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് 1 ഡേ വർക്ക് എന്നുള്ളത് എങ്ങനെ എഴുതുക? 1/n എന്നാണ് എഴുതുക. ഇനി അടുത്ത നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. കുറേ എക്സാമിനൊക്കെ വന്നിട്ടുണ്ട് ഈ പ്രോബ്ലം, ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഇഫ് ടാപ്സ് A and B take A and B hours respectively to fill a tank. Then the two taps together fill 1/A plus 1/B part of the tank in an hour. And the entire tank is filled in AB divided by A plus B hours. ഇതാണ് ഇക്വേഷൻ AB ഡിവൈഡ് ബൈ A പ്ലസ് B. അതായത് എയും ബിയും കൂടെ ഒരു A ആൻഡ് B ഹവേഴ്സ് ഉപയോഗിച്ച് ഒരു ടാങ്ക് ഫില്ല് ചെയ്യും. അതുപോലെ ഇവർ രണ്ടുപേരും കൂടെ ഈ രണ്ട് ടാപ്പും കൂടെ ഒരുമിച്ച് ഫില്ല് ചെയ്യാൻ 1/A പ്ലസ് 1/B പാർട്ടാണ് ഒരു മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യുന്നത്. എങ്കിൽ ആ മുഴുവൻ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ AB ഡിവൈഡ് ബൈ A പ്ലസ് B ഹവേഴ്സാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്. ഇത് മുഴുവൻ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലം ഏകദേശം ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഞാൻ നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. A can do a piece of work in 12 days and B alone can do it in 15 days. How much time will both take to finish the work? എന്താണ് പറഞ്ഞേക്കണേ? A 12 ദിവസം കൊണ്ടും B 15 ദിവസം കൊണ്ടും വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നത്തെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് XY ഡിവൈഡ് ബൈ X+Y. അതിൽ X എന്താണ് 12, Y എന്താണ് 15. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20/3. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ചിലപ്പോൾ ഇത് ഈ ഫ്രാക്ഷനെ നമ്മൾ മാറ്റി എഴുതാനൊക്കെ വരും കേട്ടോ. ഇനി അടുത്തത് 8 boys can arrange all the books of school library in 12 days.
ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ 6 ബോയ്സ് അറേഞ്ച് ദം? 8 കുട്ടികൾ ചേർന്നിട്ട് സ്കൂളിലുള്ള ലൈബ്രറിയിലെ ബുക്സുകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി 12 ദിവസം എടുത്തു എങ്കിൽ 6 കുട്ടികൾ ആണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം എടുക്കും? അതിനുള്ള ഇക്വേഷനാണ് m1d1 = m2d2. m1 എഴുതി വെക്കുക, d1 എഴുതി വെക്കുക, m2 എഴുതി വെക്കുക, d2 എഴുതി വെക്കുക. m1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പറാണ്, d എന്ന് പറഞ്ഞാൽ ഡേയ്സ്. അപ്പോൾ m1 എത്രയാണ്? 8. d1 എത്രയാണ് തന്നിട്ടുണ്ട്? 12 ഡേയ്സ്. m2 തന്നിട്ടുണ്ട് എത്രയാണ്? 6. d2 തന്നിട്ടില്ല. അപ്പോൾ d2 കണ്ടുപിടിക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലൂടെ കിടക്കാം. A and B can do a piece of work in 12 days. D alone can finish it in 30 days. In how many days can A alone finish the work? അതായത് എയും ബിയും കൂടെ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് ഡി തനിച്ച് ചെയ്യുകയാണെങ്കിൽ 30 ദിവസം എടുക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എ തന്നെ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ? xy ഡിവൈഡ് ബൈ y മൈനസ് എക്സ് 12 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 30 മൈനസ് 12 എന്താണ്? 20 ഡേയ്സ്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 20 ഡേയ്സ്. ഇനി അടുത്തത്, എ സർട്ടൈൻ നമ്പർ ഓഫ് മെൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 60 ഡേയ്സ്. ഇഫ് ദെയർ വെയർ 8 men more, the work could be finished in 10 days less. How many men were there originally? ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഒറിജിനൽ നമ്പർ ഓഫ് മെൻ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ m1 എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. d1 എത്രയാ? 60. m2 എത്രയാ? എക്സ് പ്ലസ് 8, അതായത് തന്നിട്ടുണ്ടല്ലോ 8 men more. അപ്പോൾ എക്സ് പ്ലസ് 8. d2 50. എന്താണ്? 60നേക്കാളും 10 ദിവസം കുറവായിരിക്കും എന്ന് പറയാം. അതുകൊണ്ടാണ് 50 എടുത്തത്. ഹൗ മെനി മെൻ വെയർ ദെയർ ഒറിജിനലി? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി m1d1 = m2d2 ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത്, എ സിസ്റ്റേൺ ക്യാൻ ബി ഫിൽഡ് സെപ്പറേറ്റ്ലി ബൈ 2 pipes in 12 and 16 minutes respectively. If both pipes are open together, when will the cistern be filled? അതായത് ഒരു സിസ്റ്റേൺ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് 12-16 മിനിറ്റ് എടുക്കും 2 പൈപ്പുകൾ കൊണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 2 പൈപ്പും കൊണ്ട് ഒരുമിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഇക്വേഷനാണ് AB ഡിവൈഡ് ബൈ A + B. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 48/7 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്തത്, 16 men can do a piece of work in 10 days. How many men are needed to complete the work in 40 days? അത് നമ്മുടെ ഇക്വേഷൻ ഏതാ? m1d1 = m2d2. m1 16, d1 10, m2 അറിയത്തില്ല, d2 40. അപ്പോൾ m2 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m2 കിട്ടും, 4 men എന്ന ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ഇതാണ് ക്വസ്റ്റ്യനാണ്. എ ക്യാൻ ഡു എ വർക്ക് ഇൻ 15 days and B in 20 days. If they work on it together in 4 days, then the fraction of the work that is left is. ഇത് നമുക്ക് എക്സ്പ്ലനേഷനിലൂടെ നോക്കാം. നമ്മളപ്പോൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ഒരു വർക്ക് n days കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 1/n എഴുതണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ A ഈസ് 1 days വർക്ക് എന്ന് പറഞ്ഞാൽ 1/15 എഴുതും. B ആണെങ്കിൽ 1/20 എന്ന് എഴുതും. എയും ബിയും കൂടെ 1 days വർക്ക് ചെയ്യാൻ എത്ര ടൈം എടുക്കും? 1/15 + 1/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 7/60. ഇനി AB 4 days കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 7/60 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 7/15. therefore റിമൈനിങ് വർക്ക് എത്രയാ? 1 - 7/15 8/15. ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. A can lay a railway track between 2 given stations in 16 days and B can do the same job in 12 days. With the help of C, they did the job in 4 days only. Then C alone can do the job in. അതായത് എയും ബിയും കൂടെ A 16 ദിവസം കൊണ്ടും B 12 ദിവസം കൊണ്ടും ചെയ്യുന്നു. അപ്പോൾ സീൻ്റെ ഹെൽപ്പ് കൊണ്ട്
ആ ജോബ് 4 ദിവസം കൊണ്ട് ചെയ്ത് കഴിയുന്നു എങ്കിലാണെങ്കിൽ സി തന്നെയാണ് ജോബ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്ത് തന്നെ നോക്കാം. എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഇൻ 1 day വർക്ക് എന്ന് പറയുന്നത് 1/4. അതായത് എയും ബിയും സിയും കൂടെ 4 ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്ത് കഴിയുന്നു. അപ്പോൾ എ തന്നെ ചെയ്യുന്നതൊക്കെ എത്രയാണ്? 1/16, അതായത് 16 ദിവസം കൊണ്ട്. ബി 1 day വർക്ക് എത്രയാണ്? 1/12. അപ്പം സിയുടെ 1 day വർക്ക് എത്രയാണെന്ന് കാണാൻ എന്താണ്, ഇതിന്ന് സിന്ന് എയും ബിയും കൂടെ ആഡ് ചെയ്ത് കുറച്ചാൽ മതിയല്ലോ. അപ്പം 1/4 മൈനസ് 1/16 പ്ലസ് 1/12 അത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 48/5 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. അപ്പം നെക്സ്റ്റ് വൺ, എ ബി ആൻഡ് സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20, 30 and 60 days respectively. In how many days can A do the work if he assisted by B and C on every third day? അതായത് എ 20 ദിവസം കൊണ്ട്, ബി 30 ദിവസം കൊണ്ട്, സി 60 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ ഡു ദ വർക്ക്? എ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദിക്കണേ. ബിയും സിയും എല്ലാ മൂന്നാമത്തെ ദിവസവും ഈ എയെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മൂന്നാമത്തെ ദിവസമാണ് ബിയും സി ഹെൽപ്പ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ദിവസത്തെ വർക്ക് എത്രയാണ് എൻ്റെ? 1/20 × 2. അപ്പോൾ 1/10 ആൻസർ കിട്ടും. എ പ്ലസ് ബി പ്ലസ് സി അത് മൂന്നും കൂടെ ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 1/20 പ്ലസ് 1/30 പ്ലസ് 1/60. അപ്പോൾ 6/16 = 1/10. ഇനി 3 ദിവസം കൂടെ വർക്ക് ഡൺ ഇൻ 3 days, 3 ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് കഴിയണമെങ്കിൽ എത്രയാണ്? 1/10 പ്ലസ് 1/10 that is equal to 1/5. Now 1/5 work is done in 3 days. All work will be done in 3 × 5 that is equal to 15 days. 1/5 വർക്ക് 3 days കൊണ്ട് ചെയ്യുന്നു. അപ്പം ഹോൾ വർക്ക് ചെയ്യണമെങ്കിൽ 3 × 5 15 days. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ഇടുക. ഓക്കെ, നെക്സ്റ്റ്. A is thrice as good as workman as B and therefore is able to finish a job in 60 days less than B working together. Then they can do it in. Explanation ആണ്. റേഷ്യോ ഓഫ് ടൈം ടേക്കൺ ബൈ എ ആൻഡ് ബി എന്ന് പറയുന്നത് 1:3. ദ ടൈം ഡിഫറൻസ് ഈസ് 3 - 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ ആണ്. 3 - 1 = 2 days, while B take 3 days and A takes 1 day. മനസ്സിലായോ? ബി 3 ദിവസം കൊണ്ടാണെങ്കിൽ എ 1 ദിവസം കൊണ്ടാണെങ്കിൽ ടൈം ഡിഫറൻസ് ആണ് 3 - 1 = 2 days. ഓക്കെ. ഇഫ് ഡിഫറൻസ് ഓഫ് ടൈം ഈസ് 60 days, 60 days എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബി ടേക്സ് എത്രയാണ്? 3/2 × 60 that is equal to 90 days. So A takes 30 days to do the work. A 1 day work എത്രയാണ്? 1/30. B 1 day work 1/90. ഇത് 1 എന്നുള്ള ഇക്വേഷനിലാണ് കൊടുക്കുന്നതുകൊണ്ടാട്ടോ 1/30 1/90 എന്നൊക്കെ വരുന്നത്. അപ്പോൾ A + B is 1 day work in 1/30 plus 1/90 that is equal to 4/90 that is equal to 2/45. A and B together can do the work in 45/2. അപ്പോൾ ഇപ്പോൾ കുറച്ച് നമ്മൾ ചെയ്ത പ്രോബ്ലംസൊക്കെ നിങ്ങൾ ആ ഇക്വേഷനിൽ യൂസ് ചെയ്ത് നോക്കണം. ഇത് ഞാൻ എക്സ്പ്ലനേഷനായിട്ട് ചെയ്തതാണ്. ഷോർട്ട് ഫോം നമ്മുടെ ആ ഫോർമുല യൂസ് ചെയ്താൽ ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.